മാർച്ച് 2, 3, 4 തീയതികളിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഫ്രറ്റേണിറ്റി ക്രിക്കറ്റ് മത്സരത്തിൽ കേരള വിഷൻ ന്യൂസ് 11 വിജയികളായി. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 2 ഗ്രൂപ്പുകളിലായി 6 വീതം ടീമുകളാണ് മാറ്റുരച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6 ടീമുകൾ അണിനിരന്ന മത്സരത്തിൽ കാലിക്കറ്റ് പ്ലസ് ക്ലബ് 11 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരള വിഷൻ ന്യൂസ് 11 ടീം വിജയകിരീടം ചൂടിയത്. ബ്രോഡ്കാസ്റ്റ് 11 ആണ് 3ാം സ്ഥാനം നേടിയത്. ആവേശകരമായ മത്സരം വീക്ഷിക്കാൻ നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരുന്നത്. മത്സരത്തിന്റെ ഉദ്ഘാടനം രാവിലെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ നിർവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ടീമുകളാണ് മാറ്റിയിരിക്കുന്നതെങ്കിലും അതിന് ആതിഥേയത്വം വഹിക്കുന്ന കോഴിക്കോട് നഗരം, പ്രത്യേകിച്ച് സാമൂതിരി സ്കൂൾ ഗ്രൗണ്ട് നിലനിൽക്കുന്ന പാളയം വാർഡിനെ സംബന്ധിച്ചും പറയുമ്പോൾ സ്പോർട്സ് മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ വാർത്താ മേഖലയിൽ വളരെ സുദീർഘമായ പ്രവർത്തനം നടത്തുന്നവരാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ്. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരു ജനകീയ ബദൽ സംവിധാനമാണ്. കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്റർനെറ്റ് കേബിൾ ടിവി രംഗത്ത് കേരള വിഷൻ എന്ന പൊതു ബ്രാൻഡിൽ അതിനെ കേരളത്തിൽ ശക്തമായ എതിർത്തുകൊണ്ട് സാധാരണക്കാരന് വളരെ ചുരുങ്ങിയ നിരക്കിൽ ഈ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു സംഘടനയാണ്. വിജയികൾക്കുള്ള ട്രോഫി COA സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ വെച്ച് മാർച്ച് 2 വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.